അപ്പോൾ ഫസ്റ്റ്ലി പ്രിപ്പറേഷൻ ഓഫ് ആൽക്കഹോൾ. പ്രിപ്പറേഷൻ ഓഫ് ആൽക്കഹോൾ എന്ന് പറയുമ്പോഴത്തേക്ക് ആൽക്കീൻ, ആദ്യത്തേത് ആൽക്കീൻ ടു ആൽക്കഹോളാണ്. സോ ആൽക്കീൻ ടു ആൽക്കഹോൾ എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് രണ്ട് റിയാക്ഷൻ വരുന്നുണ്ട്. ഒന്ന് ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രേഷൻ. ഓക്കെ, സോ ആൽക്കീൻ ആദ്യം ഇവിടെ നിന്ന് എഴുതുന്നു, ആൽക്കീൻ പ്ലസ് ഹൈഡ്രേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അഡീഷൻ ഓഫ് H2O. ഹൈഡ്രേഷൻ എന്ന് പറയുമ്പോൾ അഡീഷൻ ഓഫ് H2O. സോ പ്ലസ് H2O. ആസിഡ് കാറ്റലൈസ്, ഒരു ആസിഡ് കാറ്റലൈസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു റിയാക്ഷനാണിത്. അപ്പം നമുക്ക് ഏതെങ്കിലും ആസിഡ് എടുക്കാം. ഇൻ എ വേ ദാറ്റ് വി ഹാവ് എൻ H+ ion. സോ എനി ആസിഡ് ദാറ്റ് ഗിവ്സ് എൻ H+ ion നമുക്കിവിടെ കാറ്റലിസ്റ്റ് ആയിട്ട് എടുക്കാം. സോ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഈ H2O എന്ന് പറയുന്നത് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് H അല്ലെങ്കിൽ OH. ഓക്കെ, അപ്പോൾ H2Oക്കകത്ത് ഒരു H ഡിവൈഡ് ആയി ഒരു H ആവും. ഇതിനകത്ത് ഒരു Oയും ഒരു Hഉം കൂടെ പോകുമ്പോഴത്തേക്ക് OH ആവും. സോ ഹിയർ C ഡബിൾ ബോണ്ട് ബ്രേക്ക് ആവും. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ഡബിൾ ബോണ്ട് ഇങ്ങനെ ബ്രേക്ക് ആവും. സോ C സിംഗിൾ ബോണ്ട് C മാത്രമേ ഉള്ളൂ. ഈ H എന്ന് പറയുന്നത് ഇങ്ങോട്ടും പോവും, OH എന്ന് പറയുന്നത് ഇങ്ങോട്ടും പോവും. അവിടെ ആൽക്കഹോൾ ഉണ്ടായി, ആൽക്കഹോൾ. ഓൾറൈറ്റ്, സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇത് സിമെട്രിക് കാർബണേറ്റ് ആയിരുന്നു. ഇതൊരു സിമെട്രിക് കാർബണേറ്റ്, ഇവിടെ സെയിം ഇവിടെ സെയിം അല്ലേ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അൺസിമെട്രിക് ആയിരുന്നെങ്കിൽ അൺസിമെട്രിക് കാർബണേറ്റ്. ഓക്കെ, അൺസിമെട്രിക് ആൽക്കീൻ ആണ് നമുക്കിവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വെച്ചാൽ ഇപ്പം ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് CH3 CH2 അല്ലേ. ഇതിപ്പം ഒരു അൺസിമെട്രിക് അല്ലേ, ഇവിടെ ഇവിടെയും സെയിം അല്ല. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇവിടെ പ്ലസ് H2O ആസിഡ് കാറ്റലൈസ് ഹൈഡ്രേഷൻ ചെയ്യുമ്പോഴത്തേക്കും H+ വരുമ്പോഴത്തേക്കും മാർക്കോനിക്കോസ് റൂളാണ് ഫോളോ ചെയ്യുന്നത്. മാർക്കോനിക്കോസ് റൂൾ. ഓക്കെ, അങ്ങനെ വരുമ്പോഴത്തേക്കും ആ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തുകൊണ്ട് എഴുതാം CH3. അങ്ങനെ വരുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് കാണാം, ഇവിടെ മാർക്കോനിക്കോസ് റൂൾ ഫോളോ ചെയ്യുവാണെങ്കിൽ ഡബിൾ ബോണ്ടഡ് കാർബൺ ആറ്റം, ഇത് ആദ്യത്തെ കാർബൺ ആറ്റം, രണ്ടാമത്തെ കാർബൺ ആറ്റം. ആദ്യത്തെ കാർബൺ ആറ്റത്തിലാണ് കൂടുതൽ നമ്പർ ഓഫ് ഹൈഡ്രജൻ അല്ലേ, ആദ്യത്തെ കാർബൺ ആറ്റത്തിലാണ് കൂടുതൽ നമ്പർ ഓഫ് H ആറ്റംസ്. സോ അവിടേക്ക് നമ്മുടെ ഇത് H2നകത്ത് H ഇവിടേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ ഇത് 3 ആവും. ഇപ്പോൾ OH എവിടേക്കാണ് പോകുന്നതെന്ന് വെച്ചാൽ ലെസ്സർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം, കാർബൺ വിത്ത് ലെസ്സർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റത്തിലേക്കായിരിക്കും നമ്മൾ OH പോകുന്നത്. അപ്പോൾ ഇതല്ലേ ഇവിടെ OH. Another thing you have to note here is that ഇതൊരു സെക്കൻഡറി ആൽക്കഹോളിനെ ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഒരു സെക്കൻഡറി ആൽക്കഹോളിനെ ആയിരിക്കും ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ്ലി നമുക്കുള്ളത് മെക്കാനിസം. ഇതേ റിയാക്ഷൻ്റെ മെക്കാനിസമാണ് അടുത്തുള്ളത്. സോ ഇൻ മെക്കാനിസം നമുക്ക് ഒരു സൈഡ് സ്റ്റെപ്പ് ആയിട്ട് തരുന്നുണ്ട് H2O. നമ്മുടെ H2O പ്ലസ് H+. നമ്മൾ ഫർദർ റിയാക്ഷനിൽ കണ്ടായിരുന്നു H2Oയും H+ഉം അവിടെ ഉണ്ടല്ലോ. ഇവർ രണ്ടുപേരും കൂടെയാണ് റിയാക്ട് ചെയ്യുന്നത്. ഇവർ രണ്ടുപേരും ആദ്യം കൂടെ റിയാക്ട് ചെയ്യും. H2 + H+ എന്ന് പറയുമ്പോഴത്തേക്ക് Hൻ്റെ നമ്പർ കൂടും, H3 ആവും അല്ലേ, O പിന്നെ ഒരു പ്ലസ്. ഇത് ഹൈഡ്രോണിയം അയോണാണ്. ഓക്കെ, ഈ ഹൈഡ്രോണിയം അയൺ ആയിരിക്കും നമ്മൾ ഫർദർ റിയാക്ട് ചെയ്യിപ്പിക്കാൻ പോകുന്നത്. സോ സ്റ്റെപ്പ് 1 പ്രോട്ടോണേഷൻ ഓഫ് ആൽക്കീൻ. പ്രോട്ടോണേഷൻ ഓഫ് ആൽക്കീൻ എന്ന് പറയുമ്പോഴത്തേക്ക് ആൽക്കീനിലേക്ക് ഒരു പ്രോട്ടോൺ ആഡ് ചെയ്ത് കൊടുക്കുക. സോ ഇവിടെ നമുക്ക് ആൽക്കീൻ ഉണ്ട്, പ്ലസ് ഇതാണ് നമ്മുടെ പ്രോട്ടോൺ. അപ്പം ഇതിൻ്റെ സ്ട്രക്ചർ വരുന്നത് ഇങ്ങനെയാണ്. 3 ഹൈഡ്രജൻ ആറ്റം ഒരു ഓക്സിജൻ ആറ്റത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട്. സോ ഇവിടെ ഒരു പ്ലസ് സിമ്പിൾ നമുക്ക് തരാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഒരു H ആറ്റം, ഇവിടുന്ന് ഒരു H ആറ്റം ഇങ്ങോട്ടേക്ക് പോകുന്നതായിരിക്കും. ഓക്കെ, ഇവിടെ ഒരു H ആറ്റം അങ്ങോട്ടേക്കായിരിക്കും പോകുന്നത്. സോ ആദ്യം വരുന്നത് ഈ H ആറ്റം, പോകുന്ന H ആറ്റത്തിൻ്റെ ബോണ്ടില്ലേ, പോകുന്ന H ആറ്റത്തിൻ്റെ ഈ ഒരു ബോണ്ട് ബ്രേക്ക് ആവും. ഈ ബോണ്ട് ബ്രേക്കായി ഇങ്ങോട്ടേക്ക് പോകും. ഇങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്ക് അത് ഇലക്ട്രോൺസിൻ്റെ ഒരു രീതിയിൽ ഇലക്ട്രോൺസ് ആയി മാറിയാണ് പോകുന്നത്. സോ ഇവിടുത്തെ H ആറ്റത്തിൻ്റെ ഇത് ഇങ്ങോട്ടേക്ക് പോകും. അപ്പം ഈ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഇലക്ട്രോൺ ആകുമ്പോഴത്തേക്ക് ഈ H ആറ്റം ഫ്രീ അല്ലേ, ഈ H ആറ്റത്തിലേക്ക് ഈ ഡബിൾ ബോണ്ട് അങ്ങ് കയറി പിടിക്കും. ഫ്രീ ആയിട്ടുള്ള H ആറ്റത്തിലേക്ക് ഈ ഡബിൾ ബോണ്ട് അങ്ങ് കയറി പിടിക്കും. സോ നമുക്കിവിടെ ഉള്ളത് C, ആ ഡബിൾ ബോണ്ട് ബ്രേക്ക് ആകുമ്പോഴാണ് ഈ H ആറ്റത്തിൽ കയറി പിടിക്കുന്നത്. സോ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഈ H ആറ്റത്തിൽ കയറി പിടിച്ചില്ലേ, സോ ഇവിടെ H വന്ന് ഇവിടെ കയറി പിടിച്ചു. ഇവിടെ വാലൻസി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള, സോ പ്ലസ് സിമ്പിൾ പ്ലസ് H2O. ഇവിടെ നിന്ന് ഒരു H ആറ്റം പോയി കഴിയുമ്പോഴത്തേക്കും ഇവിടെ H2O ഉണ്ട്. ഓക്കെ,
സോ ഇത് നമ്മുടെ കാർബോ കാറ്റയോൺ, ഫോർമേഷൻ ഓഫ് കാർബോ കാറ്റയോൺ അല്ല, ഇത് കാർബോ കാറ്റയോൺ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റെപ്പ് 2 പോകുമ്പോഴത്തേക്ക് ന്യൂക്ലിയോഫിലിക് അറ്റാക്കാണ്. ന്യൂക്ലിയോഫിലിക് അറ്റാക്ക് ഓഫ് വാട്ടർ ഓഫ് H2O. ഇത് ഇതേപടി ഇവിടെ എടുത്തെഴുതാം. CH3 നമ്മുടെ കാർബോ കാറ്റയോൺ പ്ലസ് H2O അല്ലെ, ന്യൂക്ലിയോഫിലിക് അറ്റാക്ക് ഓഫ് H2O എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ H2Oയുടെ ഒരു അറ്റാക്ക് ആയിരിക്കും. H2Oയുടെ അറ്റാക്ക് ആയിട്ട് വരുമ്പോഴത്തേക്കും ന്യൂക്ലിയോഫിലിക് എന്ന് പറയുമ്പോൾ ന്യൂക്ലിയസ് ലെവൽ അതെന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജിലേക്കുള്ള ഒരു അഫിനിറ്റി, റൈറ്റ്. അപ്പോൾ ഇവിടെ നമുക്കൊരു പോസിറ്റീവ് ചാർജ് കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും H2O ഈ പോസിറ്റീവ് ചാർജിലേക്കായിരിക്കും കയറി അറ്റാക്ക് ചെയ്യുന്നത്. അപ്പം നമുക്കവിടെ സി ഇവിടെ പ്ലസ് ഇവിടെ H ആ പ്ലസ് സൈനിലേക്ക് കയറി അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബോണ്ട് ഉണ്ടാവും. H2O അവിടെ ബോണ്ട് ചെയ്തു. ഓക്കെ, H2O ഇവിടേക്ക് ബോണ്ട് ചെയ്തു. ഇത് കഴിയുമ്പോഴത്തേക്കും ലാസ്റ്റ് സ്റ്റെപ്പ് നമ്പർ 3. നമുക്കിവിടെ ഉണ്ടായ പ്രൊഡക്റ്റിനെ ഇവിടേക്ക് പിന്നെ എടുത്തെഴുതാം. H ഇവിടെ OH, ഇവിടെ ഒരു പ്ലസ് ഉണ്ട് കേട്ടോ, ഇവിടെ ഒരു പ്ലസ് സൈൻ ഉണ്ട്. സോ ഇതിലേക്ക് പ്ലസ് H2O പിന്നെയും ചെയ്യുന്നു. ഇതെന്ന് പറയുന്നത് ഡീപ്രോട്ടോണേഷൻ. ഓക്കെ, ഡീപ്രോട്ടോണേഷൻ എന്ന് വെച്ചാൽ നമുക്ക് അവിടെ ആൽക്കഹോൾ കിട്ടണം. ആൽക്കഹോൾ കിട്ടണമെങ്കിൽ ഇവിടെ നിന്ന് ഒരു H ആറ്റം പോയാലുള്ളൂ നമുക്ക് അവിടെ ഒരു OH കിട്ടത്തുള്ളൂ. സോ ഡീപ്രോട്ടോണേഷൻ ഓഫ് ആൽക്കീൻ. അപ്പോഴത്തേക്കും നമ്മളിവിടെ കാണാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ ഈ H ആറ്റമില്ലേ, ആറ്റത്തോട് ഈ H ആറ്റത്തിനായിരിക്കും നമ്മൾ പുറത്തേക്ക് തള്ളാൻ പോകുന്നത്. സോ ഈ ബോണ്ട് H ആറ്റത്തിൻ്റെ അപ്പുറത്തുള്ള ബോണ്ട് ഇത് ഇങ്ങോട്ടേക്ക് ഇലക്ട്രോൺസ് ആയി മാറും. ഈ ബോണ്ട് ഇലക്ട്രോൺ ആയി മാറും. ഈ ബോണ്ട് ഇലക്ട്രോൺ ആയി കഴിഞ്ഞാൽ ഈ H ആറ്റം ഒഴുകി നടക്കൂലേ, അപ്പം ഈ H2O H ആറ്റത്തിനെ വന്ന് അറ്റാക്ക് ചെയ്യും. H2O H ആറ്റത്തിനെ വന്ന് എടുത്തു കഴിഞ്ഞാൽ എന്നാ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ സി ഇവിടെ OH കാണും, ഇവിടെ H പ്ലസ് ഈ H2O പ്ലസ് H ആറ്റം വരുമ്പോഴത്തേക്കും H3O പ്ലസ് അല്ലേ. ഇവിടെ നിന്ന് ഒരു പ്രോട്ടോൺ പോയി ഇതിനകത്തേക്ക് ആഡ് ചെയ്യുമ്പോഴത്തേക്കും അത് ഹൈഡ്രോണിയം അയൺ പിന്നെയും ഉണ്ടാക്കും. സോ അതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. റിയാക്ഷൻ കംപ്ലീറ്റ് ആയി.